മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് എയുടെ കൂട്ടായ്മയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവവിശ്വാസമായിട്ട് യാതൊരു ബന്ധങ്ങളോ അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യമോ ആഗ്രഹമോ ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ. കാരണം ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. അമ്പലങ്ങളിൽ പോകുന്നതിനോ അല്ലെങ്കിൽ അമ്പലത്തിൽ കയറുന്നതിനോ അതുപോലെ ശബരിമല പോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നതിനോ പെങ്ങളോ അല്ലെങ്കിൽ സ്വന്തക്കാരോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് തീർത്തും പോകാനായിട്ടൊരു താല്പര്യക്കുറവായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ കാരണവന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് മദ്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെത്തിയപ്പോഴത്തേക്ക് അമ്പലത്തിലൂടെയൊന്നും സഞ്ചരിക്കാനായിട്ട് പാടായിരുന്നു. ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സമയങ്ങളിലെല്ലാം മദ്യപിക്കുമായിരുന്നു. അതുപോലെ പോകുന്നൊരവസരത്തിലും തിരിച്ചു വരുമ്പോഴത്തേക്കും മദ്യപിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതിന് ചിന്തയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ദേവാലയങ്ങൾ സഞ്ചരിച്ചിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള പ്രത്യേക ഇതൊന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഗ്രൂപ്പിൽ ഇതേ കൂട്ടൊരു വാക്ക് കിട്ടി. അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക്, അതായത് അതിൽ പറഞ്ഞേക്കുന്നത് തന്നെയാണ്, എബി എത്തുമ്പോൾ എബിയുമായി കുടിക്കാമെന്നായിരുന്നു ബില്ലിൻ്റെ കണക്കൂട്ടൽ. തന്നോട് എബി ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ബിൽ അതിനെതിരെയുള്ള നിലപാടെടുക്കുമ്പോൾ എബി ചോദിക്കുന്നൊരു ചോദ്യം, നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ ധാരണയിലുള്ള ദൈവത്തെ വിശ്വസിച്ചു? ആ ധാരണയിലുള്ള ദൈവത്തെ എന്നുള്ളൊരു വാക്ക് എന്നെ വളരെയധികം ഇതിനകത്ത് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് വിടാനായിട്ടുള്ള കാരണം കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവവിശ്വാസം ഇല്ലായിരുന്നു എനിക്ക്. ഞാനും ദൈവവുമായിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രോഗ്രാം, ഞാനും ദൈവമായിട്ടുള്ളൊരു പ്രോഗ്രാം ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഇടുക. എല്ലാവർക്കും, എന്നെപ്പോലെയുള്ളവർക്കും മറ്റു മദ്യാസക്തരായ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. എന്തായാലും ഇടുന്ന മെസ്സേജുകൾ വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്നുള്ള അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നതിന് ദൈവത്തിന് നന്ദി.